കേരളത്തിലെ അതിവേഗ റെയിൽ പദ്ധതിയോട് മുഖം തിരിക്കുന്ന കേന്ദ്ര സർക്കാർ ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ്. ചെന്നൈ ബംഗളൂരു ഹൈസ്പീഡ് റെയിലിന്റെ കൺസ്ട്രക്ഷൻ ജോലികൾക്കുള്ള കരാർ നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് വേഗം 320 കിലോമീറ്റർ സാധ്യമാകുന്ന പാത സ്റ്റാൻഡേർഡ് ഗേജിലാണ്. 306 കിലോമീറ്റർ 1 മണിക്കൂർ 13 മിനിറ്റ് കൊണ്ട് പിന്നിടുന്നതാണ് ഇതിന്റെ പ്രത്യേകത. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച 7 അതിവേഗ ഇടനാഴികളിൽ ഒന്നാണിത്. 2030-ൽ പദ്ധതി പൂർത്തിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വന്ദേ ഭാരത് സർവീസുകൾ കേരളത്തിലായതിനാൽ അതിവേഗ റെയിൽ പദ്ധതി ഏറ്റവും വിജയകരമായി നടത്താൻ കഴിയുന്ന സംസ്ഥാനവും കേരളമാണ്. കേരളത്തിലെ പദ്ധതികൾ ബ്രോഡ് ഗേജിലാകണമെന്നും നിലവിലുള്ള റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്രമാണ് സ്റ്റാൻഡേർഡ് ഗേജിൽ ചെന്നൈ ബംഗളൂരു പാത നിർമ്മിക്കാൻ പോകുന്നത്. ചെന്നൈ ബംഗളൂരു, ബംഗളൂരു ഹൈദരാബാദ്, ചെന്നൈ ഹൈദരാബാദ് എന്നിങ്ങനെ 3 അതിവേഗ റെയിൽ ഇടനാഴികളാണ് ദക്ഷിണേന്ത്യയിൽ വരുന്നത്. ഈ അതിവേഗ ശൃംഖലയിലേക്ക് കേരളത്തെ പരിഗണിച്ചിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ അതിവേഗ പാതയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഇതിനായി ശ്രമം തുടങ്ങിയത് കേരളമാണ്. അതേസമയം ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി തള്ളിയിരിക്കുകയാണ് സർക്കാരിന്റെ വിദഗ്ധ സമിതി. നിലവിലെ മാതൃകയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് ഇ ശ്രീധരനെയും കേന്ദ്രത്തെയും അറിയിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനാണ് റെയിൽവേ മന്ത്രാലയം മറുപടി നൽകിയിരിക്കുന്നത്. ഇ ശ്രീധരൻ സമർപ്പിച്ച തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി നിർദ്ദേശം നിലവിലുള്ള രൂപത്തിൽ നടപ്പിലാക്കാനാകില്ലെന്നാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അറിയിച്ചിട്ടുള്ളത്. കേരളത്തിൽ റെയിൽവേ വികസനത്തിന് മുൻ നിശ്ചയിച്ച പദ്ധതികളുണ്ടെന്നും സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചുവെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.